ഡ്യുവൽ സോൺ AC ആണ്. അത് ഈ ഒരു വേരിയൻറ്റ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്. ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഇപ്പോൾ നമ്മളിരിക്കുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ ഹുണ്ടായുടെ പുതിയ ക്രെറ്റയാണ്. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷനിലല്ലേ ഇരിക്കുന്നത്. ഫുൾ ഓപ്ഷൻ മേളിൽ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് സാധാരണ എപ്പോഴും ഫുൾ ഓപ്ഷനാണല്ലോ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വേരിയൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എസ് ഓപ്ഷണലാണ് നമ്മളിന്ന് ചെയ്യുന്ന വേരിയൻറ്റ്. അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് റിച്ചായി പുതിയ ക്രെറ്റ എന്ന് പറയാം. വേരിയൻറ്റ് E എന്ന് പറഞ്ഞാണ് ബേസ് വേരിയൻറ്റ്, EX സെക്കൻഡ് വേരിയൻറ്റ്, S തേർഡ് വേരിയൻറ്റ്, S ഓപ്ഷണൽ, SX അടുത്ത വേരിയൻറ്റ്, S ടെക് വരുന്നുണ്ട്, SX ഓപ്ഷണൽ വരുന്നത്. ഇത്രയാണ് വേരിയൻസ് വരുന്നത്. 7 കളറാണ് വരുന്നത്. പുതിയൊരു ബ്ലൂ ആണോ എന്ന് വെച്ചാൽ ബ്ലൂ, ഒരു ഗ്രീൻ ബ്ലാക്ക് ടച്ചുള്ള പുതിയൊരു കളർ വേരിയേഷനോടെ വന്നിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ഒരു കളറാണ് കിട്ടുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇങ്ങനെയൊക്കെയാണ് വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ ക്രെറ്റയുടെ S ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഈ കിടക്കുന്ന ബ്ലാക്ക് ആണ് കളർ. അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വേരിയൻ്റ് ആണെന്ന് പറയാം. കാരണം അത്യാവശ്യം ഫീച്ചറുണ്ട്. അത്യാവശ്യം അലോയിൽ തന്നെ 17 ഇഞ്ച് തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പം നമുക്ക് ഹുഡിൽ ചേഞ്ച് വന്നു. ഹുഡിൽ നേരത്തെ ഈ ഒരു കർവ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സെൻട്രൽ കാണുന്ന ഈ ഒരു ഗ്രൂസ് പുതിയതായിട്ട് ആഡ് ഓൺ ആയതാണ്. ഗ്രില്ല് കംപ്ലീറ്റ്ലി മാറി. കുറച്ചുകൂടി ഒരു ഡീക്രോം ചെയ്തു എന്ന് പറയുന്നത് ബ്ലാക്ക് ക്രോം ഫിനിഷിലേക്ക് വന്നു. ഹുണ്ടായുടെ ലോഗോ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ്, ഒരു 360 ക്യാമറയുണ്ട്. ഇതിനകത്ത് അത് വരുന്നില്ല. പിന്നെ ടോപ്പിൻ്റെ വരുമ്പോൾ മറ്റൊരു കാര്യം വേരിയേഷൻ വന്നത് ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ്, അത് അഡാസുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ലെവൽ അഡാസ് ഫീച്ചറാണ് ടോപ്പ് എൻഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ട്. 19ഓളം സേഫ്റ്റി ഫീച്ചറാണ് ആ ഒരു ലെവലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ബമ്പർ പോർഷൻ ഫ്രണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയെന്ന് തന്നെ പറയാം. ഈ ഒരു ലോവർ ബമ്പറും സ്ക്രിപ്റ്റ് പ്ലേറ്റ് എലമെൻറ്റും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഒരു ഡാർക്ക് അലൂമിനിയം ഫിനിഷിലാണ് ആ ഒരു സ്ക്രിപ്റ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നത്. 2 ഗ്രില്ല്, അപ്പർ ഗ്രില്ലും ലോവർ ഗ്രില്ലും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ എയർ കട്ടൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരു ആക്റ്റീവായിട്ടുള്ള എയർ കട്ടറാണ്. ഹെഡ് ലാമ്പ് നമുക്ക് ഒരു ഡ്യുവൽ ചേമ്പറുള്ള ഒരു ഹെഡ് ലാമ്പാണ്. ഹൈ ബീം മുകളിലും ലോ ബീം താഴെയും വരുന്നുണ്ട്. നമുക്ക് DRL നമുക്ക് കാണാം. വണ്ടിയുടെ ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് ആ DRL പോകുന്നുണ്ട്. LED ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്ക് സീക്വൻഷ്യലാണ് വരുന്നത്. ഇത്രയാണ് ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ എടുത്ത് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ S ഓപ്ഷൻ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ഫ്രണ്ടിൽ ഒരു ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 360 ക്യാമറ ഇല്ല, അങ്ങനെ ഹെഡ് ലാമ്പ് സൈഡിൽ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ വരുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മിസ് ഔട്ട് ചെയ്യുന്നത്. ഹെഡ് ലാമ്പിൽ ഫോളോമി ഫംഗ്ഷൻ ഉണ്ട്. വൈപ്പറിൽ ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് വരുന്നത്. ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. ഇനി നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴും അലോയ് വീൽ തന്നെയാണ്. പക്ഷേ ഡയമണ്ട് കട്ട അലോയ് വീലല്ല, 17 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. ബ്ലാക്ക് കളർ അലോയ് വീൽ. വീൽ ആൻഡ് ടയർ 215/60 R17. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, മക്ഫേഷൻ സ്റ്റാർട്ട്, സസ്പെൻഷൻ. ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. കണ്ടല്ലോ, ബാക്കിലും ഡിസ്ക്കാണ്. ഓൾ വീൽ ഡിസ്ക്കായി കുറച്ചുകൂടെ ബ്രേക്ക് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ള കാര്യമാണ്, അതെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റണ്ണിങ് ബ്ലേഡിൻ്റെ സൈഡിലായിട്ടും ആ ഒരു ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു ക്ലാഡിങ് എലമെൻറ്റാണ്. ഒരു ഡാർക്ക് അലുമിനിയം ഫിനിഷിൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിററിലേക്ക് വരുമ്പോൾ ഓട്ടോ ഫോൾഡിങ്, ഇൻറ്റഗ്രേറ്ററായിട്ട് ട്രെയിനിങ് ഇൻഡിക്കേറ്റർ. പിന്നെ ടോപ്പിൻ്റെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ഒരു 360 ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ ഡോർ ഹാൻഡിൽ റിക്കർഡ് സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓർഗൻ നമ്മൾ എസ് എന്ന് പറഞ്ഞ S ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻറ്റിൽ പോലും ഇത്രത്തോളം ഫീച്ചേഴ്സ് റിച്ച് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൂഫിലേക്ക് വരുമ്പോൾ നമുക്കൊരു റൂഫ് റെയിൽ, ഒരു സിൽവർ, ഒരു ഡാർക്ക് അലൂമിനിയം, സിൽവർ അല്ല ഡാർക്ക് അലൂമിനിയം ഫിനിഷ് എന്ന് പറയാം. ഈ ഒരു ഭാഗത്തും ആ ഒരു ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഡയമെൻഷൻ വൈസ് നമുക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം 13 mm ആണ് മൊത്തത്തിൽ ലെങ്തിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. വീൽ ബേസിലും അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് വീതി, ഹൈറ്റ് അങ്ങനെ അതൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അടിപൊളിയായിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന ഉണ്ട്, ഷാർഫിൻ ആൻറ്റിന ഉണ്ട്. അതുപോലെ ഒരു ചെറിയൊരു സ്പോയിലർ ഇൻറ്റഗ്രേറ്റർ കാണാം. അതുപോലെ നമ്മുടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, അത് രസമുണ്ട് കേട്ടോ, നല്ല ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡീഫോഗർ, വൈപ്പർ, പിന്നെ ഈ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് തന്നെയാണ് ബാക്കിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ ഒരു വേരിയൻറ്റിൽ ആക്റ്റീവാണ് ടെയിൽ ലാമ്പ്. അതായത് ഇൻഡിക്കേറ്റർ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സീക്വൻഷ്യൽ പാറ്റേണിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു റിഫ്ലക്റ്റർ പോർഷൻ 4ഓളം റിവേഴ്സ് പാർക്കിംഗ് സെൻസറാണ് ബാക്കിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ റിവേഴ്സ് ലൈറ്റിൻ്റെ ഒരു ഡിസൈനും വളരെ അടിപൊളിയാണ് കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിൽ വണ്ടിയുടെ ഒരു ബോക്സി ഷേപ്പ് തന്നെ ഈ ഒരു ലൈറ്റിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ സ്ക്രിപ്റ്റ് പ്ലേറ്റും ആ ഫ്രണ്ടിൽ കണ്ട പോലെ ആ ഒരു ബോക്സി സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബോക്സി സ്ട്രക്ചർ ആയതാണ്. ക്യാമറ യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ബൂട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം 433 ലിറ്ററാണ് ഈ ഒരു ബൂട്ട് വരുന്നത്. സ്പെയർ വീൽ സൈസ് 205/65 R16. 17 നമ്മുടെ വീൽ സൈസ്, നോർമൽ വീൽ സൈസ് വരുന്നത്. പക്ഷേ സ്പെയർ വീൽ 16 ഇഞ്ചാണ്. 60/40 ആയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യാം. ഒരു പാഴ്സൽ ട്രേ നമുക്കൊന്ന് മാറ്റി നോക്കാം. പാഴ്സൽ ട്രേ
മൊത്തത്തിൽ ഇളക്കേണ്ടി വരും. നമുക്ക് ഫ്രണ്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് ആ ഒരു സീറ്റിൻ്റെ പൊസിഷൻ കാണിച്ചു തരാം. ഇനി നമുക്ക് എഞ്ചിൻ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ വരുന്നത്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ഈ കാണുന്നത്. പെട്രോൾ എഞ്ചിനകത്തിൻ്റെ ഒരു പവർ പറഞ്ഞാൽ 115 bhpയും 144 Nm ടോർക്കുമാണ് ഈ ഒരു പെട്രോൾ എഞ്ചിൻ. ഇനി പുതിയതായിട്ട് വന്ന പെട്രോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് വരുന്നത് 6 സ്പീഡ് മാനുവലും അതുപോലെ IVT ആണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഇനി ഡീസൽ എഞ്ചിനാണ് നേരത്തെ ഉള്ള മറ്റൊരു എഞ്ചിൻ ഓപ്ഷൻ. ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ നമുക്ക് 1.5 ലിറ്റർ തന്നെയാണ് ഡീസൽ എഞ്ചിൻ വരുന്നത്. പവർ നോക്കുകയാണെങ്കിൽ 115 പഴയതുണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് 116 bhpയിലേക്ക് പവർ അപ്ഡേറ്റ് ആയി, ചെറിയൊരു വേരിയേഷൻ വന്നു. ടോർക്ക് 250 mm ആണ്. അതുപോലെ 6 സ്പീഡാണ് ഓട്ടോമാറ്റിക്കും മാനുവലും 2 വെർഷനും അതിനകത്ത് കിട്ടും. ഇനി അടുത്ത എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ട് വന്ന ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് തരുന്ന എഞ്ചിൻ തന്നെയാണെന്ന് പറയണം. കാരണം ഏകദേശം 160 bhp പവറും 253 Nm ടോർക്കും ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 സ്പീഡ് DCT ആണ് അതിനകത്ത് വരുന്ന ഗിയർ ബോക്സ്. ഇതാണ് എഞ്ചിനും ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത്യാവശ്യം ഇൻസുലേഷനും എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളിയായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്കൊന്ന് പോകാം. ഫ്രണ്ടിലെ DRലും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ആണ് ഫ്രണ്ടിലെ ഒരു DRL പൊസിഷനും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അകത്ത കാര്യം നോക്കാം. യെസ് ഓപ്ഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബീച്ച് ആൻഡ് ഒരു ഡാർക്ക് ഗ്രേ എന്നേ പറയാൻ പറ്റും, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല. ബീച്ച് ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനാണ് ത്രൂ ഔട്ട് വരുന്നത്. ഇടയ്ക്ക് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാം. ഡോർ ലോ കൺട്രോൾ, മിറർ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള കൺട്രോൾ, അത് പവറിൻ്റെ ലോ കൺട്രോൾ. ഇവിടെ ഒരു ചെറിയൊരു ആംറസ്റ്റ് നമ്മുടെ ഹാൻഡിലായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഒരു ആംറസ്റ്റ് ഉപയോഗിക്കാം. താഴെ ഒരു ബോട്ടിൽ സ്പേസ് അത്യാവശ്യം വലുപ്പമുണ്ട്. ആർക്കമീസ് ആയിരിക്കണം ഈ ഒരു ഈ ഒരു വേരിയൻറ്റിൻ്റെ സ്പീക്കർ സിസ്റ്റമായിട്ട് വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ എൻജിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ, ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഒരു മാഗ്നറ്റാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ മാഗ്നറ്റുള്ള സാധനങ്ങൾ ഇവിടെ ഒട്ടിച്ച് വെക്കാം. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി സീറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. റിക്ലൈനിങ് ഡിക്ലൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 8-way അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഇലക്ട്രിക് സീറ്റാണ്. അതിലേക്ക് നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റിലേഷൻ സീറ്റ് വരും, അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരും, ലെതറേറ്റ് ഫിനിഷ് വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലേക്ക് വരുമ്പോൾ ഇതൊരു ഫാബ്രിക് സീറ്റാണ് നമുക്ക് ഈ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടോ നോക്കട്ടെ. ഇതിൽ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണുള്ളത്. പക്ഷേ SX വരുമ്പോഴത്തേക്ക് നമുക്ക് ടിൽറ്റ് ആൻഡ് റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടും വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ, അത് ഈ നമ്മുടെ ക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾസ്, ക്ലസ്റ്ററിൻ്റെ കറണ്ട്, ട്രിപ്പ് മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഓക്കെ, റീസെറ്റ് ബട്ടൺ അങ്ങനെയുള്ള ബട്ടൺസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സെൻറ്ററിലാണ് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നത്. ബാക്കിയെല്ലാം ഒരു LED ഡിസ്പ്ലേ ആണ്, ഒരു സ്ട്രക്ചർ ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ത്രൂഔട്ട് ഡിസ്പ്ലേ അല്ല, പക്ഷേ കാണുമ്പോൾ ഒരു ഫുൾ ഡിസ്പ്ലേ എന്നൊരു ഫീൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ലൈറ്റ് ആൻഡ് ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്റർ കൺട്രോൾസുമാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ വൈപ്പർ കൺട്രോൾസ്, ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ വരുന്നില്ല ലൈറ്റിൽ. ഇതിൽ ഈ ഹെഡ് ലാമ്പിൽ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ, ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ ഹെഡ് ലാമ്പിൽ. ഇനി ഇത് വരുമ്പോഴത്തേക്ക് സ്ക്രീൻ വരുമ്പോൾ 8 ഇഞ്ചാണ് വരുന്നത്. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലസ്റ്ററും ഈ ഒരു സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റും രണ്ടും 10.25 ഇഞ്ചാണ്. അത്യാവശ്യം നല്ല വലുപ്പമാണ്. കാണാൻ ഒരു പാറ്റേണെ കംപ്ലീറ്റ്ലി നല്ല രസമാണ് കാണാൻ. ഈ ഒരു ബട്ടൺസും കാര്യങ്ങളൊന്നും അവിടെ വരില്ല. ഇപ്പോൾ സൗണ്ട് ഡിവൈസ് കണക്ഷൻ, അത് ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്ക് 8 സ്പീക്കറാണെന്ന് വെച്ചാൽ സബ് വൂഫറും അതിനകത്ത് വരും. ബൂട്ടിൽ ആണ് ആ സബ് വൂഫർ കാണുന്നത്. ജനറൽ സെറ്റിങ്സ്, വൈഫൈ, സിനിമ, ക്ലൈമറ്റ് കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെൻസിറ്റീവാണ്. അത്യാവശ്യം നല്ലൊരു സിസ്റ്റം തന്നെയാണ്. പിന്നെ കുറച്ച് ബട്ടൺസൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയൊരു ഫീൽ, ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫീൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സ്പീക്കർ നമുക്ക് ഇവിടെയുണ്ട്. കീ ഇതാണ്, നേരത്തെ ഉള്ള കീ തന്നെയാണ്. കീയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഇനി നമ്മുടെ AC നല്ലൊരു കാര്യമുണ്ട്. ഡ്യുവൽ സോൺ AC ആണ്. അത് ഈ ഒരു വേരിയൻറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്. സാറ്റലൈറ്റ് AC കൺട്രോൾ യൂണിറ്റൊക്കെയാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വെക്കാം, വേണമെങ്കിൽ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാൻ തോന്നുന്നു. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഫോൺ വെക്കാനുള്ള സ്പേസ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ് യൂണിറ്റ് ആയിട്ട് മാറും ഈ ഒരു ഏരിയ. പിന്നെ ഇവിടെ ഒരു USB-C പോർട്ട്, USB നോർമൽ A പോർട്ട്, ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഗിയർ ലിവർ കാണാം. 6 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊണ്ടൊന്ന് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. 2 കപ്പ് വെക്കാനുള്ള സ്പേസ്, ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, ഇവിടെ ഒരു ആംറസ്റ്റ് കാണാം. അതിലൊരു ലെതറേറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ ഗ്ലൗ ബോക്സും കൂളാണ്. ഈ ഒരു വേരിയൻറ്റിലും കൂൾഡായിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ്, ഒരു റബ്ബർ ഫിനിഷ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെച്ചാൽ സ്ലിപ്പാവില്ല. ഇവിടെ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് കൊണ്ടിട്ടുണ്ട്. എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. 6 എയർ ബാഗ് മൊത്തത്തിൽ വരുന്നുണ്ട്. നമുക്ക് മാനുവലായിട്ട് ഓട്ടോ ഡിം ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ കാണാം. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഉള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സൺഷെയ്ഡ് വിത്ത് ഗ്ലാസ് അവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിററുണ്ട്, അവിടെ മിററില്ല, ആണ് ഈ ഒരു ഭാഗത്തെ പ്രശ്നം. പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ LED തന്നെയാണ് കൊടുത്തേക്കുന്നത്. സൺറൂഫ് എല്ലാവർക്കും താല്പര്യമുള്ളൊരു സാധനം തന്നെയാണ് ഈ ഒരു സൺറൂഫ്. അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൺറൂഫാണ് കേട്ടോ. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാര്യം. ഒന്ന് ക്ലോസ് ചെയ്തിടാം. ഓക്കെ, ഒരു സിംഗിൾ സ്വിച്ചിലാണ് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്. ഈ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു കാര്യം തന്നെ ഈ ഒരു കർട്ടൻ, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പേസിലുള്ള കാര്യം, ഇവിടെ ബോട്ടിൽ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. സ്പീക്കർ നമുക്ക് ബാക്കിൽ കാണാം, പവർ വിൻഡോ കൺട്രോൾ. ഈ ഹാൻഡിലൊക്കെ അത്യാവശ്യം ഒരു ഡീക്രോം, ഒരു ലൈറ്റ് ക്രോം ഫിനിഷ്, ഒരു അലുമിനിയം ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഗ്ലോസി ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. സീറ്റ് ലെതർ അല്ല, ഒരു ഫാബ്രിക് സീറ്റാണ്. റിക്ലൈൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഹെഡ് റെസ്റ്റ് 2 അഡ്ജസ്റ്റബിൾ, ഫ്രണ്ടിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ്, എല്ലാത്തിനും സീറ്റ് ബെൽറ്റ്, എല്ലാ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC വെൻ്റ് ബാക്കിൽ കാണാം. 2 USB ചാർജിങ് സോക്കറ്റ് C ആണ് കൊടുത്തേക്കുന്നത്. അത് നേരത്തെ പഴയ ക്രെറ്റയിൽ ഒരു USB ചാർജിങ് സോക്കറ്റേ ഉള്ളായിരുന്നു, അപ്പോൾ അത് 2 ഇത്രയാണ് ബാക്കിലെ കാര്യങ്ങൾ എടുത്ത് പറയാനുള്ളത്. അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്, തൈ സപ്പോർട്ട് കുഴപ്പമില്ല, 3 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ വീൽ ബേസിനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റം വന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന വീൽ ബേസ് തന്നെ ഒരു ഡയമെൻഷനിലും പ്രത്യേകിച്ച് മാറ്റം വന്നിട്ടില്ല. സീറ്റിൻ്റെ ബാക്ക് സൈഡ് ടോപ്പിൻ്റെ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ. ഇനി നമ്മൾ സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എയർ ബാഗ് കാണാം. 6 എയർ ബാഗാണ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സേഫ്റ്റി സൈഡിൽ കോമൺ ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും എല്ലാ വേരിയൻറ്റിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡാസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സേഫ്റ്റി സൈഡ് മിസ് ആവുന്ന ടൈർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ 4 വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, TPMS, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വേരിയൻറ്റിലും അവൈലബിൾ ആണ്. എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു സേഫ്റ്റി സൈഡിൽ വളരെയധികം ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ മറ്റൊരു സേഫ്റ്റി സൈഡിലെ കാര്യം പറയാനുള്ളത്, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ തന്നെയാണ്, ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത പുതിയ കിടിലൻ കറക്റ്റയാണ്. ഒരുപാട് വേരിയൻസ് ഉണ്ട്, കളർ ഓപ്ഷൻ അത്യാവശ്യം നല്ലവരുണ്ട്. അത്യാവശ്യം കിടിലൻ സ്ട്രക്ചറായിട്ടുണ്ട് വണ്ടി എന്ന് പറയാം. അത്യാവശ്യം അഡാസും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഫുള്ളി ഫിനിഷ്ഡായി. ഈ ഒരു വേരിയൻറ്റ് പ്രാക്ടിക്കലി വളരെ അട്രാക്റ്റീവ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.